Hello children, ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് 12 ഫിസിക്സ് ചാപ്റ്റർ 1 ബിഹേവിയർ ഓഫ് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്യു ഡിസ്റ്റന്റ് പാരലൽ ലൈൻസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊക്കെ വെക്റ്റർ ലൈൻസ് ആണ്. അപ്പോൾ വെക്ടേഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതിനെ നമ്മുടെ വെക്റ്റർ ഇ എന്ന സ്ട്രെങ്തിനെ റെപ്രസെന്റ് ചെയ്യും. അതിലൊരു ഡൈപോള് നമുക്ക് വയ്ക്കണം. ജനറൽ എക്സ്പ്ലനേഷൻ വരുമ്പോൾ ഡൈപോളിനെ നമുക്ക് പാരലൽ ആയിട്ടോ പെർപെൻഡിക്കുലർ ആയിട്ടോ വയ്ക്കേണ്ട, ഒരു ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ട് വയ്ക്കാം. അപ്പോൾ ആ ആംഗിളിനെ ഞാനൊരു തീറ്റ എന്ന് കൊടുക്കുന്നുണ്ട്. എ ബി ആണ് ഡൈപോൾ. എ എൻഡിൽ -q ചാർജും ബി എൻഡിൽ +q ചാർജും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ലെങ്ത് ഓഫ് ഡൈപോളിനെ 2a എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡൈപോളിന്റെ ലെങ്ത് ഡയറക്ഷൻ ഓഫ് ഫീൽഡുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഡൈപോള് നമ്മൾ യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. എങ്ങനെ ടോർക്ക് വരുന്നു എന്ന് വെച്ചാൽ ഓരോ എൻഡിലെ ചാർജിന്റെയും ഫോഴ്സ് കാണാം. ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ഈച്ച് ഓഫ് ദ ചാർജസ് ഇൻ ദ ഫീൽഡ് അത് കാണാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതാം. ഡയഗ്രാം ലേബിൾഡ് ആണെങ്കിൽ ഡയഗ്രാം എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ് ആക്ടിങ് ഓൺ -q ചാർജ്. അതിനൊരു സിമ്പൽ കൊടുക്കുക, വെക്റ്റർ F1. ഫോഴ്സ് വെക്റ്റർ ആയതുകൊണ്ട് വെക്റ്റർ F1 കൊടുത്തു. -q ചാർജ് ആണ്. -q ഇൻറ്റു ഫീൽഡ് സ്ട്രെങ്ത്. അതായത് ഫീൽഡിനെ നമ്മൾ ഫോഴ്സ് ബൈ ചാർജ് എന്നാ പറയണേ. അതിന് പകരം ഫോഴ്സിന് ഫീൽഡ് ഇൻറ്റു ചാർജ് കൊടുത്തു. അപ്പോൾ എൻ്റെ എയിലെ ചാർജ് -q ആയതുകൊണ്ട് -q ഇൻറ്റു ഇ എന്ന് കൊടുത്തു. ഓക്കെ, what is the direction of this force? -q into e എന്ന് പറഞ്ഞാൽ it is acting opposite to field direction. അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരിക. ഓക്കെ, വെക്റ്റർ F1 ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഫീൽഡ്. ഇനി ഫോഴ്സ് ആക്ടിങ് ഓൺ +q charge, that is set B. അതിന് F2 എന്ന് സിമ്പൽ കൊടുക്കുക. ഇറ്റ് ഈസ് +q into vector E. Its direction in the same direction of field. It is acting in the same direction of field. Vector F2. Okay. Then what is the total force acting on the dipole? That is net force. Net force acting on the dipole. Vector F equal to vector sum of individual forces. F1 plus vector F2. Okay, that is -q vector E plus +q vector E. What is the sum? 0. Okay, ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് നോ ട്രാൻസ്ലേറ്ററി ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതിന്റെ ആൻസറിൽ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എഴുതാം, therefore no net translational force acting on the dipole. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഡയഗ്രാം പ്ലസ് ദിസ് മച്ച് സ്റ്റെപ്സ്.